എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ട്വിൻ ഫ്ലെയിം. അതിനൊരു ബിസിനസ് മോഡലാക്കാൻ പറ്റുമോ? ഒരു കേസ് സ്റ്റഡി നടത്തി നോക്കിയാലോ? എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് യൂട്യൂബ് വീഡിയോസ്, ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ഹീലിംഗ് ചെയ്തു തരുന്നവർ, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഞാനടക്കം നമ്മൾ പലരും ഇങ്ങനെയുള്ളവരുടെ അടുത്ത് സർവീസസ് എടുത്തിട്ടുണ്ടാവും, പൈസ കൊടുത്തിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്തോ ഒരു പക്ഷി അവിടെ കിടക്കുന്നുണ്ടല്ലേ. ആ പക്ഷി നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കായത്: എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതും ഇത് തന്നെയാണ്. അതായത് ഈ എനർജി എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇത് ഈ സൃഷ്ടിയുടെ കാലം തൊട്ട്, അത് ഈ സൃഷ്ടി എന്നാണ് ഉണ്ടായത് അന്ന് തൊട്ട് ഇവിടെയുള്ള എനർജിയാണ്. അത് ഓരോ ആളിൽ നിന്നും കൈമാറ്റം ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റുകളിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം. ഇമോഷൻസ് എന്ന് പറയുന്ന എനർജിയാണ്, തോട്ട്സ് എന്ന് പറയുന്ന എനർജിയാണ്, നമ്മൾ സംസാരിക്കുന്ന എനർജിയാണ്, നമ്മൾ നോക്കുന്നത്, ചിന്തിക്കുന്നത് ഒക്കെ എനർജിയാണ് അല്ലേ. അപ്പോൾ ആ എനർജി, അതായത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാത്ത ഒരു സാധനമാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. നമുക്ക് നശിപ്പിച്ച് കളയാനും സാധിക്കാത്ത ഒരു സാധനമാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൃഷ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ എനർജി. അപ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന പരമപിതാവായ അദ്ദേഹം നമുക്ക് തന്ന ഒരു ഒരു അനുഗ്രഹമാണ് എനർജി. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് എൻ്റെതോ നിങ്ങളതോ സ്വന്തമല്ല, നമ്മുടെ ആരുടെയും സ്വന്തമല്ല. ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്നലെ അത് മറ്റാരുടേതോ ആയിരുന്നു, ഇന്നത് നമ്മുടേതാണ്, നാളെ ആ എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുടേതാവും. അപ്പോൾ അത് എൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ എൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ അധികാരം സ്ഥാപിക്കാൻ നമുക്ക് യാതൊരു അവകാശവും. ഇനി എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് പലരുടെയും വീഡിയോസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നിങ്ങൾ കണ്ട ഒരു വേർഡായിരിക്കും എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് 11 എന്ന് പറഞ്ഞ മാജിക് നമ്പർ, അല്ലെങ്കിൽ 2222 എന്ന നമ്പർ, 3333. എൻ്റെതോ നിങ്ങളതോ സ്വന്തം ആയിട്ടുള്ളത് അല്ലാത്ത ഒരു സാധനമാണ് ഈ എനർജി. ആ എനർജി എങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുന്നത്? സ്വന്തം സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ നമുക്ക് സെല് ചെയ്യാൻ പറ്റൂ. എൻ്റെതല്ലാത്തൊരു സാധനം എനിക്കെങ്ങനെ വിൽക്കാൻ പറ്റുക മറ്റുള്ളവരടുത്ത്? എനിക്ക് ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് എനിക്കെങ്ങനെ വിൽക്കാൻ പറ്റുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതിനല്ലേ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ശുദ്ധജലം വിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കമ്പനികൾ മിനറൽ വാട്ടർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ പ്രോസസ്സ് ചെയ്ത് ഫോം ചെയ്തിട്ട് നമുക്ക് തരുന്നത്. കുടിവെള്ളം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് നീഡാണ്. അതിനൊരിക്കലും വില കൊടുത്ത് വിൽക്കാനോ വില കൊടുത്ത് വാങ്ങാനോ ആർക്കും അവകാശമില്ല. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ അറബികളുടെയും വീട്ടിൻ്റെ മുന്നിൽ ഒരു ശുദ്ധജല പൈപ്പ് ഉണ്ടാവും. ബിക്കോസ് ശുദ്ധജലം എന്ന് പറയുന്നത്, കുടിവെള്ളം എന്ന് പറയുന്നത് എല്ലാവരുടെയും ബേസിക് നീഡാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടി അവർ വെച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണത്. അതുപോലെ തന്നെയാണ് എനർജി. ഈ എനർജി എന്ന് പറയുന്നത് എല്ലാവരുടെയും ബേസിക് നീഡാണ്. അത് എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നതിനെ കൊള്ളാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കുറച്ചും കൂടി മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങളുടെ ഒരു റിലേറ്റീവ് മറ്റോ ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ആ വിദേശ രാജ്യത്ത് നിന്ന് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ താമസ സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് നാട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേറ്റീവ് സ്വാഭാവികമായും ചോക്ലേറ്റ്സും പെർഫ്യൂംസും പിന്നെ അവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിടും. നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊടുത്തുവിടും. അവനിവിടെ എത്തിയിട്ട് ഇത് കൊണ്ടുവന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ് ഉള്ളത്, നീ എനിക്ക് പൈസ തരണം, ഇത് ഞാൻ തരണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അത് ഒരിക്കലും അത് ശരിയല്ലല്ലോ. ബിക്കോസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ആരോ ഒരാൾ കൊടുത്തു വിട്ടതാണത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എത്തേണ്ടതാണ്. അതിന് നിങ്ങൾ യാതൊരു പൈസയും കൊടുക്കേണ്ട ആവശ്യവും. അതുപോലെ തന്നെയാണ് എനർജിയും. ഈ പരമപിതാവായ അദ്ദേഹം നമുക്കൊക്കെ എനർജി തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പോർഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഹീൽ ചെയ്യാൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. അതിനെ ഇത് എൻ്റെ എനർജിയാണ്, എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. നമ്മളൊക്കെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിനാൻഷ്യൽ ബ്ലോക്കാണ്. എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഈ എനർജി എക്സ്ചേഞ്ചിന് വേണ്ടി നിങ്ങൾ എത്ര തവണ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുത്തു. മണി എന്ന് പറയുന്നത് ഒരു എനർജി ഫോമാണ്. ആ എനർജി ഫോമിനെയാണ് നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലോക്ക് വന്നിരിക്കുന്നതെന്ന്. ആ മണിയെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്തതുകൊണ്ടല്ലേ. എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എൻ്റേതല്ലാത്തൊരു സാധനം എനിക്ക് മറ്റൊരാൾക്ക് വില കൊടുത്ത് വിൽക്കാൻ, അല്ലെങ്കിൽ ഇത്ര പൈസ തരണമെന്ന് കറക്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് സെല്ല് ചെയ്യാൻ ഒരു അവകാശവുമില്ല. അവകാശമില്ലാത്ത കാര്യങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പൈസ കൊടുത്തിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കും. അങ്ങനെ പൈസ കൊടുത്താലൊന്നും അത് കിട്ടില്ല. അത് നമ്മളുടെ അടുത്ത് വരേണ്ട സമയത്ത് നമ്മളുടെ അടുത്തോട്ടേക്ക് വരും. അപ്പോൾ ദയവ് ചെയ്ത് ആ എനർജിയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു സ്പിരിച്വൽ പാത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഫോമും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചശക്തിയായിട്ട് തന്നിട്ടുണ്ട്. ഞാനൊരു ഡോക്ടറാണ്, പറയാൻ പാടില്ലാത്തതാണ്. എൻ്റെ നാട്ടിൽ ഞാൻ പണ്ട് തൊട്ടേ കേട്ട് വന്നിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്. അതായത് ഒരു പനി വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഒരാഴ്ച കൊണ്ട് മാറും, ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിൽ 7 ദിവസം എടുക്കും പനി മാറാൻ. ഒന്നുകൂടി അത് കേട്ട് നോക്കുന്നു. ഡോക്ടറെ അടുത്ത് പോയാൽ ഒരാഴ്ച കൊണ്ട് പനി മാറും, ഡോക്ടറെ അടുത്ത് പോയില്ലെങ്കിൽ 7 ദിവസം എടുക്കും പനി മാറാൻ. ആദ്യത്തെ കേൾക്കലിൽ നമുക്ക് തോന്നും ഓക്കെ, ഡോക്ടറെ അടുത്ത് പോയാൽ പെട്ടെന്ന് പനി മാറുമല്ലോ. പക്ഷേ ഒന്നും കൂടി അത് കേട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാഴ്ച എന്ന് പറയുന്നതും 7 ദിവസം എന്ന് പറയുന്നതും ഈക്വലാണ്. അതുപോലെയാണ് ഈ ഹീലിങ്ങിൻ്റെ കാര്യവും. നടക്കേണ്ട സമയത്ത് അത് പതിയെ നടക്കും. ഇതിന് നമുക്ക് സ്പീഡ് കൂട്ടാനോ ഈ എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തുകൊണ്ട് അതിനെ ഫാസ്റ്റൻ ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യുക. എല്ലാം അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യുക. അദ്ദേഹത്തിന് അറിയാം ഏത് സമയത്ത് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഏത് രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ എനർജി എക്സ്ചേഞ്ചിന് വേണ്ടി പോകരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ എനർജിക്ക് വാല്യൂ കൊടുക്കാതിരിക്കുകയാണ് ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.